അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീൻ വെച്ചിട്ട് ചെമ്മീൻ കിഴിയാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ കിഴിയുന്ന പിന്നെ ചെമ്മീൻ പൊള്ളിച്ചത് എന്നൊക്കെ പറയാം കേട്ടോ. അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില, തക്കാളി. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെമ്മീനൊന്ന് മാരിനേഷൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരുപാട് ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ കിട്ടണം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇതേ എണ്ണയിൽ തന്നെ എൻ്റെ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് വാടിയതിന് ശേഷമാണ് പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിനകത്തേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിക്കാക്കി എടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ വാഴയിലയിൽ വെച്ചിട്ട് കിഴി കെട്ടുന്നത്. ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയും ചപ്പാത്തി, ചോറ് എന്തിനു കൂടെയും കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ അത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു വാഴയില വാട്ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിട്ടതിന് ശേഷം ഞാൻ 2 കിഴിയാണ് കെട്ടുന്നത്. അധികം ചെമ്മീനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് സവാളയും കൂടി അരിഞ്ഞ് ചേർത്തിട്ട് ഇതൊന്ന് കിഴി കെട്ടിയിട്ട് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് ടൈം ഫ്രൈ പാനിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചെടുത്താൽ മതി. അങ്ങനെ ചെമ്മീൻ കിഴി ശരിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ തൂക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ച് മറിച്ചും ഇതൊന്ന് കുറച്ച് ടൈം വെച്ചതിന് ശേഷം എടുക്കാം. അപ്പോൾ ആ വാഴയിലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തുറന്ന് ഞാൻ കാണിച്ചു തരാൻ കണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെമ്മീൻ കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.